പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, ഈ വചന ശുശ്രൂഷയിലേക്ക് യേശുനാമത്തിൽ നിങ്ങളെല്ലാവരെയും, പ്രത്യേകിച്ച് കുഞ്ഞുമക്കളെയും യുവതി യുവാക്കളെയും മാതാപിതാക്കന്മാരെയും സഹോദരി സഹോദരങ്ങളെയും എല്ലാം യേശുനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഈശ്വര അടുക്കലായിരിക്കുവാനും ദൈവവചനം കേൾക്കുവാനും നമ്മുടെ ജീവിതങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടുവാനുമായിട്ട് ഒരു ദിവസം കൂടെ ഈശോ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ദാനമായിട്ട് തന്നു. ഈശോയ്ക്ക് ഒത്തിരി നമുക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. നമ്മൾ ഈ വചന ശുശ്രൂഷയിലായിരിക്കുമ്പോൾ വലിയ ദൈവിക സാന്നിധ്യം നമ്മുടെ ഓരോരുത്തരുടെയും കൂടെയുണ്ട്. നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ, നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിൽ ഈശോ കടന്നു വരുന്ന സമയമാണ്. പ്രിയപ്പെട്ടവരെ, അപ്പസ്തോല പ്രവർത്തനങ്ങൾ അതിന്റെ 10-ാമത്തെ അധ്യായം 44-ാം തിരുവചനം, അവിടെ പറയുന്ന വചനം ഇപ്രകാരമാണ്: പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കേസറിയ എന്ന് പറയുന്ന സ്ഥലത്ത് കൊർണേലിയസ് എന്ന് പറയുന്ന ഒരു ശതാധിപന്റെ വീട്ടില് സമ്മേളിച്ചിരുന്ന വിജാതീയരോട് വിശുദ്ധ പത്രോസ് അപ്പസ്തോലൻ സുവിശേഷം പ്രസംഗിച്ചപ്പോൾ, വചനം ഷെയർ ചെയ്തപ്പോൾ അവരുടെ എല്ലാ മേൽ പരിശുദ്ധാത്മാവ് കിടന്നു വന്നുവെന്നാണ് അപ്പസ്തോല പ്രവർത്തനം 10-ാം അധ്യായം 44-ാം തിരുവചനത്തിൽ പറയുന്നത്. താഴേക്ക് നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: അവർ ഭാഷാവരത്തിൽ സംസാരിക്കുവാനായിട്ട് ആരംഭിച്ചു, അവർ ദൈവത്തെ സ്തുതിക്കാൻ ആരംഭിച്ചു. പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് യേശു ക്രിസ്തുവിനെ കുറിച്ച് അവർ അറിഞ്ഞത്. ഉടനെ അവരോട് സുവിശേഷം പ്രസംഗിച്ച മാത്രയിൽ തന്നെ, അവർ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരെല്ലാവരും പരിശുദ്ധാത്മാവോട് നിറഞ്ഞു എന്നാണ് നമ്മൾ അപ്പസ്തോല പ്രവർത്തനത്തിൽ വായിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ നിമിഷം നിങ്ങൾ ഏത് അവസ്ഥയിലാണേലും, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ എവിടെയായിരുന്നാലും ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം. 2 കരങ്ങൾ ഒന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കുക. സാധിക്കുമെങ്കിൽ ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ പൂർണ്ണമായിട്ട് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതങ്ങളെ ഏറ്റെടുക്കുന്ന സമയമാണ്. നമ്മുടെ രോഗങ്ങൾ, നമ്മുടെ ആകുലതകൾ, നമ്മുടെ സഹനങ്ങൾ, നമ്മുടെ വേദനകൾ, നമ്മുടെ തകർച്ചകൾ എല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ വലിയ മധ്യസ്ഥം തേടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. ഹല്ലേലൂയ. 1322 ഇറ്റലിയിലെ ബൊളോഗ്ന എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കുഞ്ഞു മകൾ ജനിച്ചു. ആ മകളുടെ പേര് എമിൽഡ എന്നായിരുന്നു. ദൈവഭക്തിയും ദൈവസ്നേഹവും നിറഞ്ഞു നിന്ന ഒരു കുടുംബമായിരുന്നു എമിൽഡയുടെ കുടുംബം. എമിൽഡയുടെ മാതാപിതാക്കന്മാർ കുഞ്ഞു പ്രായത്തിൽ തന്നെ എമിൽഡയെ അനുദിനവും ദേവാലയത്തിൽ കൊണ്ടുപോയി വിശുദ്ധ ബലിയിൽ പങ്കെടുപ്പിക്കുമായിരുന്നു. പ്രിയപ്പെട്ടവർ, അങ്ങനെ ചെറുപ്രായത്തിൽ തന്നെ എമിൽഡയ്ക്ക് പാവങ്ങളോട് വലിയ സ്നേഹം, പാവങ്ങളെ സഹായിക്കാൻ വലിയ ഇഷ്ടമായിരുന്നു. മാതാപിതാക്കന്മാരുടെ കൂടെ അനുദിനം ദേവാലയത്തിൽ പോയി വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുമായിരുന്നു. അതിനേക്കാളെല്ലാം ഉപരിയായിട്ട് ഒരുപാട് നേരം തനിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ കുഞ്ഞു മകളായിരുന്ന എമിൽഡ. അപ്പൊ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ദൈവസ്നേഹത്തിലും ദൈവഭക്തിയിലും എല്ലാം വളർന്നു വന്ന ഈ കുഞ്ഞു മകള് 9 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ, ഓർത്തു നോക്കിക്കേ, വെറും 9 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ ഒരു മഠത്തിൽ ചേർന്ന് തനിക്കും ഒരു കന്യാസ്ത്രീ ആവണം, ഒരു സിസ്റ്റർ ആവണം, ഒരു പ്രേക്ഷിതയായിട്ട് മാറണം, ഒരു ശുശ്രൂഷകയായിട്ട് മാറണമെന്നുള്ള തന്റെ ആഗ്രഹത്തെ മാതാപിതാക്കന്മാരെ അറിയിച്ചു. അങ്ങനെയുള്ള അടുത്തുള്ള ഒരു ഡൊമിനിക്കൻ മഠത്തില് അങ്ങനെ ഈ എമിൽഡ മാതാപിതാക്കന്മാരുടെ സമൂഹത്തോട് തന്നെ ജോയിൻ ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആ മഠത്തിലെത്തിക്കഴിഞ്ഞ് അധികം വൈകാതെ തന്നെ എമിൽഡ തന്റെ ആഗ്രഹത്തെ സഭ അധികാരികളെ അറിയിച്ചു. അവളുടെ ആഗ്രഹം ഇങ്ങനെയായിരുന്നു: ദിവ്യകാരുണ്യ ഈശോയെ സ്വീകരിക്കണം. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, ഒരു 12 വയസ്സൊക്കെ ആ സമയത്തൊക്കെയാണ് ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയൻ അല്ലെങ്കിൽ ആദ്യ കുർബാന കൊടുക്കുക. അപ്പോൾ സഭാധികാരികൾ എമിൽഡയെ അറിയിച്ചു 12 വയസ്സാകുമ്പോഴാണ് ആദ്യ കുർബാന, ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയൻ ടൈം. അപ്പൊ അതുവരെ കാത്തിരിക്കുക. അങ്ങനെ എമിൽഡ പ്രാർത്ഥിച്ച് കാത്തിരിക്കുകയാണ്. എന്നാൽ ഇടയ്ക്കിടയ്ക്കെല്ലാം തന്റെ മേലധികാരികളോട് എമിൽഡ തന്റെ ആഗ്രഹത്തെ വെളിപ്പെടുത്തിക്കൊണ്ടിരുന്നു: എനിക്ക് ദിവ്യകാരുണ്യ ഈശോയെ സ്വീകരിക്കണം. പ്രിയപ്പെട്ടവർ, അങ്ങനെ എമിൽഡയ്ക്ക് 11 വയസ്സായി. 12-ാമത്തെ വയസ്സിലാണ് ദിവ്യകാരുണ്യ ഈശോയെ സ്വീകരിക്കാനായിട്ട് പ്രാർത്ഥിച്ച് ഒരുങ്ങിക്കൊണ്ടിരിക്കുക. 11 വയസ്സായി. ഒരു ദിവസം പ്രഭാതത്തില് ചാപ്പലില് വിശുദ്ധ ബലിക്കായിട്ട് സിസ്റ്റേഴ്സ് എല്ലാം കടന്നുപോയി, കൂടെ എമിൽഡയും പോയി. പ്രിയപ്പെട്ടവരെ, കുർബാനയ്ക്ക് ശേഷം സിസ്റ്റേഴ്സ് എല്ലാം തിരിച്ച് മഠത്തിലേക്ക്, അവരുടെ കോൺവെന്റിലേക്ക് തിരിച്ചു വന്നു. എന്നാൽ എമിൽഡ മാത്രം ആ സക്രാരിക്ക് മുമ്പില്, ബലിപീഠത്തിന് മുമ്പില്, മധുബഹയ്ക്ക് മുമ്പിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനുള്ള സമയമായി. കുറെ ഏറെ നേരം കഴിഞ്ഞിട്ടും എമിൽഡയെ കാണാത്തത് കൊണ്ട് കൂടെയുള്ള സിസ്റ്റേഴ്സ് അന്വേഷിച്ച് ചാപ്പലിലെത്തിയപ്പോൾ അത്ഭുതകരമായ ഒരു കാഴ്ചയാണ് അവർക്ക് കാണാൻ സാധിച്ചത്. എമിൽഡ ഇങ്ങനെ കരങ്ങൾ കൂപ്പി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. എമിൽഡയുടെ ശിരസിന് മുകളിലായിട്ട് ദിവ്യകാരുണ്യ ഈശോ സന്നിധനായിരിക്കുന്നു. ഇത് കണ്ട ഉടനെ തന്നെ സിസ്റ്റേഴ്സ് അവിടെ ഉണ്ടായിരുന്ന ബഹുമാനപ്പെട്ട അച്ഛനെ, വൈദികനെ വിവരം അറിയിച്ചു.
അങ്ങനെ വൈദികൻ വന്ന് നോക്കുമ്പോൾ വൈദികനും അതേ കാഴ്ചയാണ് കാണുന്നത്. എമിൽഡയുടെ തലയ്ക്ക് മുകളിലായിട്ട് ദിവ്യകാരുണ്യ ഈശോ സന്നിധനായിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അച്ഛനൊരു കാര്യം മനസ്സിലായി. ദിവ്യകാരുണ്യ ഈശോയെ ഏറെ സ്നേഹിച്ചിരുന്ന, ദിവ്യകാരുണ്യ ഈശോയെ സ്വീകരിക്കാൻ ആഗ്രഹിച്ചിരുന്ന എമിൽഡയുടെ അടുക്കലേക്ക് ഈശോ കടന്നു വന്നിരിക്കുകയാണ്. അച്ഛൻ ആ ദിവ്യകാരുണ്യത്തെ സ്വീകരിച്ച് ആദ്യമായിട്ട് ആ ദിവ്യകാരുണ്യ ഈശോയെ എമിൽഡയുടെ നാവിലേക്ക് വെച്ചു കൊടുത്തു. പ്രിയപ്പെട്ടവരെ, ആദ്യമായിട്ട് ദിവ്യകാരുണ്യ ഈശോയെ തന്റെ നാവില്, തന്റെ ശരീരത്തിലേക്ക്, തന്റെ ആത്മാവിലേക്ക്, തന്റെ മനസ്സിലേക്ക് സ്വീകരിച്ച എമിൽഡ കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ബാക്കി എല്ലാ സിസ്റ്റേഴ്സും പുറയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഏറെ നേരം കഴിഞ്ഞിട്ടും എമിൽഡ തന്റെ പ്രാർത്ഥനയിൽ നിന്നും ഉണർന്നില്ല. ഏറെ നേരം കഴിഞ്ഞിട്ടും കണ്ണുകൾ തുറക്കാതായപ്പോൾ സിസ്റ്റേഴ്സ് പെട്ടെന്ന് എമിൽഡയെ വിളിച്ചു. അപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി. ദിവ്യകാരുണ്യ ഈശോയെ ഏറെ സ്നേഹിച്ചിരുന്ന എമിൽഡ ദിവ്യകാരുണ്യ ഈശോയുടെ അടുക്കലേക്ക് യാത്രയായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദിവ്യകാരുണ്യ ഈശോ എമിൽഡയെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ദിവ്യകാരുണ്യത്തെ ഏറെ സ്നേഹിച്ചിരുന്ന, ഈശോയുടെ അടുക്കൽ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കാൻ ഏറെ ആഗ്രഹിച്ചിരുന്ന, ഈശോയുടെ കൂടെ സമയം ചെലവഴിച്ചിരുന്ന, ഈശോയോട് സംസാരിച്ചിരുന്ന, ഈശോ പറഞ്ഞത് കേൾക്കുവാൻ ആഗ്രഹിച്ചിരുന്ന, അത് കേട്ടുകൊണ്ടിരുന്ന, അതനുസരിച്ച് തന്റെ ജീവിതത്തെ ക്രമീകരിച്ചുകൊണ്ടിരുന്ന എമിൽഡ ഈശോയുടെ അടുക്കലേക്ക് യാത്രയായി. പ്രിയപ്പെട്ടവരെ, വാഴ്ത്തപ്പെട്ട എമിൽഡയുടെ തിരുനാൾ ദിനം മെയ് മാസം 13-ാം തീയതിയാണ്. വിശുദ്ധ കുർബാന സ്വീകരിക്കാനായിട്ട് ഒരുങ്ങുന്ന കുഞ്ഞുങ്ങളുടെ മധ്യസ്ഥയാണ് വാഴ്ത്തപ്പെട്ട എമിൽഡ. പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് ഈ വാഴ്ത്തപ്പെട്ട എമിൽഡയുടെ വിശുദ്ധ ജീവിത കഥ നിങ്ങളെ പരിചയപ്പെടുത്തിയത് ഒരു കാര്യം പറയാനാണ്. നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വിഷയം ഇതാണ്: വ്യക്തിപരമായ പ്രാർത്ഥന, പേഴ്സണൽ പ്രയർ. എമിൽഡയെ പോലെ വ്യക്തിപരമായ പ്രാർത്ഥന. പ്രിയപ്പെട്ടവരെ, എന്റെ ചെറുപ്പ കാലഘട്ടങ്ങളിൽ ഞാൻ ഈ വിശുദ്ധ എമിൽഡയുടെ വിശുദ്ധ ജീവിത കഥ വായിക്കുവാൻ ഇടയായത്. അത് വായിച്ച അന്ന് മുതൽ ഇന്ന് വരെയുള്ള ഈ നിമിഷങ്ങളിൽ അനേക വർഷങ്ങൾ പ്രിയപ്പെട്ടവരെ ഈശോയുടെ അടുക്കൽ ഇരിക്കുവാൻ, അനേക സമയം പ്രാർത്ഥിക്കുവാൻ, വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്കായിട്ട് സമയം മാറ്റിവെക്കുവാൻ, കണ്ടെത്തുവാൻ, വിശുദ്ധ ബൈബിൾ വായിക്കുവാൻ, വിശുദ്ധ ദൈവവചനം വായിക്കുവാൻ, പേഴ്സണൽ ആയിട്ടുള്ള പ്രയറിന് വേണ്ടി അനേക സമയം മാറ്റിവെക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നത് ഈ ഒരു വിശുദ്ധമായ ജീവിതകഥ വായിച്ചതിൽ നിന്ന് ലഭിച്ച ഒരു പ്രചോദനത്താലാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ഇതാണ്: പേഴ്സണൽ പ്രയർ, വ്യക്തിപരമായിട്ടുള്ള ഒരു പ്രാർത്ഥനയുടെ പ്രാധാന്യം എന്താണ്? പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈശോയുടെ അടുക്കൽ ഇരിക്കണമെന്നും, ഈശോ പറയുന്നത് കേൾക്കണമെന്നും, ഈശോ പറയുന്നത് അനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കണമെന്നും, അങ്ങനെ ദൈവഹിതപ്രകാരം നമ്മുടെ ജീവിതം ക്രമീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ നമ്മുടെ ജീവിതം വിജയത്തിലെത്തുമെന്നും ഈശോയ്ക്ക് അറിയാം. അതുകൊണ്ട് ഈ വ്യക്തിപരമായ പ്രാർത്ഥന, അതല്ലെങ്കിൽ ഈശോയുടെ അടുക്കൽ നമ്മൾ ഇരിക്കണമെന്ന് ഈശോയ്ക്ക് ഒത്തിരി ഇഷ്ടമുണ്ട്. യാക്കോബ് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 8-ാം തിരുവചനം. വചനം ഇപ്രകാരം പറയുകയാണ്: നീ ദൈവത്തോട് ചേർന്ന് നിൽക്കുക, ദൈവം നിന്നോടും ചേർന്ന് നിൽക്കും. നീ ദൈവത്തോട് ചേർന്ന് നിന്നേ, ദൈവം നിന്നോടും ചേർന്ന് നിൽക്കും. അതെ, നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കണമെന്ന് ദൈവത്തിന് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ആഗ്രഹമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം അതിന്റെ 3-ാം അധ്യായം അതിന്റെ 13, 14, 15 16 ആ വചനങ്ങളൊക്കെ വായിക്കുമ്പോൾ അവിടെ ഒരു കാര്യം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ ഇങ്ങനെയാണ് വചനം പറഞ്ഞിരിക്കുന്നത്: അവൻ മലമുകളിലേക്ക് കയറിപ്പോയി, അതിനുശേഷം അവൻ തനിക്ക് ഇഷ്ടമുള്ളവരെ തന്റെ അടുക്കലേക്ക് വിളിച്ചു. അവർ അവന്റെ അടുക്കലേക്ക് ചെന്നു എന്നാണ് വചനം പറയുക. എന്നിട്ട് താഴെ വചനം ഇപ്രകാരം എഴുതി വെച്ചിരിക്കുകയാണ്: തന്നോടുകൂടെ ആയിരിക്കുവാൻ, പ്രസംഗിക്കാൻ അയക്കുവാൻ, പിശാചുകളെ ബഹിഷ്കരിക്കുന്നതിനുമായി അവൻ 12 പേരെ തിരഞ്ഞെടുത്തു. പ്രിയപ്പെട്ടവരെ, അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുക്കുന്നതിന് മുന്നേ ഈശോ ചെയ്തൊരു കാര്യമാണ്. അവൻ മലമുകളിലേക്ക് കയറി അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പിതാവായ ദൈവത്തിന്റെ അടുക്കൽ ആലോചന ചോദിച്ചുകൊണ്ടിരുന്നു. പിതാവായ ദൈവം പറഞ്ഞതനുസരിച്ച് തനിക്ക് ഇഷ്ടമുള്ളവരെ അവൻ തന്റെ അടുക്കലേക്ക് വിളിച്ചു. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ അടുക്കലേക്ക് വിളിക്കുന്നത് ഈശോയ്ക്ക് ഇഷ്ടമുള്ളവരെയാണ്. അപ്പൊ ശിഷ്യന്മാർ ചെയ്തൊരു കാര്യമുണ്ട്: അവർ അവന്റെ അടുക്കലേക്ക് ചെന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതങ്ങളിലും ഇതുപോലെ ഈശോയുടെ അടുക്കലേക്ക് ചെല്ലാനാണ് ഈശോ നമ്മളോടും ആവശ്യപ്പെടുന്നത്. തനിക്ക് ഇഷ്ടമുള്ളവരെ അവൻ തന്റെ അടുക്കലേക്ക് വിളിച്ചു. ശിഷ്യന്മാരെ അന്നാണ് 12 ശിഷ്യന്മാരെ തെരഞ്ഞെടുക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ശിഷ്യന്മാരെ തെരഞ്ഞെടുത്തതുപോലെ തന്നെയാണ് ഈശോ ഇന്ന് നമ്മളെയും തെരഞ്ഞെടുത്തിരിക്കുന്നത്, അല്ലേ? ചിലരെയെല്ലാം ഡോക്ടേഴ്സ് ആകാൻ വേണ്ടി തെരഞ്ഞെടുത്തിരിക്കുന്നു, ചിലരെല്ലാം നഴ്സസ് ആയിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നു, ചിലരെല്ലാം എഞ്ചിനീയേഴ്സ് ആയിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നു, ചിലരെല്ലാം ഒരുപക്ഷെ ഹൗസ് വൈഫ് മാത്രമായിരിക്കാം, ചിലർ ബിസിനസ് ചെയ്യുന്നവരായിരിക്കാം, ചിലർ ജോലി ചെയ്യുന്നവരായിരിക്കാം, ചിലർ എന്റർപ്രണേഴ്സ് ആയിരിക്കാം, വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവരായിരിക്കാം, വിവിധ ഭാഷകളിൽ സംസാരിക്കുന്നവരായിരിക്കാം, വിവിധ രാജ്യങ്ങളിലായിരിക്കാം. ദൈവം ചില പ്രത്യേക കാര്യങ്ങൾക്കായിട്ട് നമ്മളെ തിരഞ്ഞെടുത്ത് നമ്മളെ അപ്പോയിന്റ് ചെയ്തിരിക്കുകയാണ്. പക്ഷെ പ്രിയപ്പെട്ടവരെ, ഇതിന്റെ എല്ലാം ഉദ്ദേശം ആ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തപ്പോൾ ഈശോ പറയുന്നുണ്ട്:
തന്നോടുകൂടെ ആയിരിക്കുക. നമ്മൾ ഇന്ന് ഏത് പ്രൊഫഷനിലായിരുന്നാലും, നമ്മൾ ഇന്ന് ഏത് രാജ്യത്തായിരുന്നാലും, ഏത് ജോലി ചെയ്യുന്നവരായാലും, ഏത് ബിസിനസ് ചെയ്യുന്നവരായാലും, പ്രിയപ്പെട്ടവർ, നമ്മുടെ അവസ്ഥ എന്ത് തന്നെയായിരുന്നാലും, ഒരുപക്ഷെ സന്യസ്ത ജീവിതത്തിലേക്ക് വിളിക്കപ്പെട്ട ഒരു ദൈവവേദലായിരിക്കാം നിങ്ങൾ. അതല്ലെങ്കിൽ ഒരു പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തിയായിരിക്കാം, കുടുംബജീവിതം നയിക്കുന്ന വ്യക്തിയായിരിക്കാം. പ്രിയപ്പെട്ടവരെ, ഈശോ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈശോയുടെ കൂടെ ആയിരിക്കുക. വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്കായിട്ട് ധാരാളം സമയം നമ്മൾ ഈശോയുടെ കൂടെ ആയിരിക്കണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അതിന്റെ 26-ാമത്തെ അധ്യായം, പീഡാസഹനത്തിന് തൊട്ടു മുന്നേ ഗെത്സമൻ തോട്ടത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈശോയാണ് 26-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടുമുട്ടുക. പ്രിയപ്പെട്ടവരെ, അതിന്റെ 38-ാമത്തെ വചനത്തില് ഈശോ തന്റെ ശിഷ്യന്മാരെയും കൂട്ടിക്കൊണ്ട് ഗെത്സമൻ തോട്ടത്തിൽ ചെല്ലുമ്പോൾ ശിഷ്യന്മാരോട് ഈശോ പറയുന്ന ഒരു കാര്യം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്: നിങ്ങൾ ഇവിടെ എന്നോടൊപ്പം ഉണർന്നിരിക്കുക. പ്രിയപ്പെട്ടവരെ, പീഡാസഹനത്തെ കുറിച്ച് ഈശോ ധ്യാനിക്കുമ്പോൾ ആ പീഡാസഹനത്തിന് തൊട്ടു മുന്നേ ഈശോ ശിഷ്യന്മാരോട് ഒരൊറ്റ കാര്യമേ ആവശ്യപ്പെടുന്നുള്ളൂ: നിങ്ങൾ എന്നോടൊപ്പം ഉണർന്നിരിക്കുക. ഒരു കല്ലേറ് ദൂരം മാറി ഈശോയുടെ പോയി മുട്ടിന്മേൽ വീണ് പ്രാർത്ഥിച്ചു, അല്ലെ? പ്രിയപ്പെട്ടവരെ, തിരിച്ചു വരുമ്പോൾ ശിഷ്യന്മാർ വ്യസനം നിമിത്തം തളർന്നുറങ്ങുന്നതാണ് അവൻ കണ്ടത്. അപ്പോൾ 40-ാമത്തെ വചനത്തില്, വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അതിന്റെ 26-ാം അധ്യായം 40-ാം വചനത്തിൽ ഈശോ ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട്: 1 മണിക്കൂറെങ്കിലും എന്നോടൊപ്പം ഉണർന്നിരിക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലേ? പ്രിയപ്പെട്ടവരെ, ഈശോ ചോദിക്കുകയാണ്, 1 മണിക്കൂറെങ്കിലും എന്നോടൊപ്പം ഒന്ന് ഉണർന്നിരിക്കുക. ഈശോയുടെ വലിയൊരു ആഗ്രഹമാണ് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈശോയുടെ കൂടെ ഇരിക്കുക എന്നുള്ളത്. കുറച്ചു നേരം ദേവാലയത്തിൽ പോയി ഈശോയുടെ കൂടെ ഇരിക്കുക, കുറച്ചു നേരം ബൈബിള് വായിച്ച് ഈശോയുടെ കൂടെ ആയിരിക്കുക, വ്യക്തിപരമായ പ്രാർത്ഥനയിൽ കുറെ നേരം ഈശോയുടെ കൂടെ ആയിരിക്കുക, ദൈവ ആരാധനയിൽ കുറെ നേരം ഈശോയുടെ കൂടെ ആയിരിക്കുക. പ്രിയപ്പെട്ടവരെ, ആ വ്യക്തിപരമായ ഈശോയുടെ കൂടെ നമ്മൾ ആയിരിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടുക. പ്രിയപ്പെട്ടവരെ, ഒരു വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക്, പേഴ്സണൽ പ്രയറിന് സമയം കണ്ടെത്തുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ആ വ്യക്തി എങ്ങനെയൊക്കെയാണ് അനുഗ്രഹിക്കപ്പെടുക, എങ്ങനെയൊക്കെയാണ് ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ഈശോ ഇടപെടുക എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുക. പ്രിയപ്പെട്ടവരെ, എനിക്ക് ബൈബിളില് ഒത്തിരി ഇഷ്ടമുള്ള ഒരു വചനഭാഗമുണ്ട്. അത് പുറപ്പാടിന്റെ പുസ്തകത്തിലാണ്. 33-ാം അധ്യായത്തില് അതിന്റെ 7 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങൾ. പുറപ്പാടിന്റെ പുസ്തകം 33-ാം അധ്യായം അതിന്റെ 7 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങൾ. പ്രിയപ്പെട്ടവരെ, ആ വചനഭാഗം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ദൈവം ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുന്നതിന് മുന്നേ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് നോക്കിയിട്ട് ആ വ്യക്തിയെ തിരഞ്ഞെടുക്കുന്ന ചില കാര്യങ്ങളെ കുറിച്ച് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ പുറപ്പാടിന്റെ പുസ്തകം 33-ാം അധ്യായം 7 മുതൽ 11 വരെ വായിക്കുമ്പോൾ അവിടെ വാഗ്ദാന പേടകം സ്ഥിതി ചെയ്തിരുന്ന സാക്ഷ്യ കൂടാരത്തെ കുറിച്ച് അവിടെ പ്രത്യേകിച്ച് പറയാം, സമാഗമ കൂടാരത്തെ കുറിച്ച് ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, എപ്പോഴൊക്കെയാണോ ദൈവഹിതം തിരിച്ചറിയേണ്ടത് അപ്പോഴെല്ലാം മോശ ഈ സമാഗമ കൂടാരത്തിലേക്ക് പോയിരുന്നു. അവിടെ എത്തിയിട്ട് ഈ സമാഗമ കൂടാരത്തിൽ മോശ പ്രവേശിച്ചു കഴിയുമ്പോൾ മേഘത്തിന്റെ രൂപത്തില് ദൈവിക സാന്നിധ്യം ആ സമാഗമ കൂടാരത്തിൽ, ആ വാഗ്ദാന പേടകം സ്ഥിതി ചെയ്തിരുന്ന സമാഗമ കൂടാരത്തിലേക്ക് ഇറങ്ങി വരുമായിരുന്നു. മോശയോട് ഒരു സ്നേഹിതനോട് എന്നതുപോലെ ദൈവമായ കർത്താവ് മുഖാഭിമുഖം സംസാരിച്ചിരുന്നുവെന്ന് പുറപ്പാടിന്റെ പുസ്തകം 33-ാം അധ്യായം 11-ാം തിരുവചനത്തിൽ പറയുന്നു. പ്രിയപ്പെട്ടവരെ, അതിന് തൊട്ട് താഴെ ഒരു കാര്യം എഴുതി വെച്ചിട്ടുണ്ട്: ഈ ദൈവഹിതം അറിഞ്ഞതിനു ശേഷം മോശ തന്റെ കൂടാരത്തിലേക്ക് മടങ്ങിപ്പോകും, ഇസ്രായേൽ ജനങ്ങളെല്ലാം അവരുടെ പാളയങ്ങളിലേക്ക് മടങ്ങിപ്പോകും. എന്നാൽ അവിടെ ഒരു കാര്യം ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്നെ ബൈബിളിൽ ഏറെ ആകർഷിച്ച ഒരു വചനമാണ് പുറപ്പാടിന്റെ പുസ്തകം 33-ാം അധ്യായം അതിന്റെ 11-ാം തിരുവചനം. അവിടെ വചനം ഇപ്രകാരം എഴുതി വെച്ചിരിക്കുന്നു: എന്നാൽ മോശയുടെ സേവകനും നൂനിന്റെ പുത്രനുമായിരുന്ന ജോഷുവ എന്ന് പറയുന്ന യുവാവ് മാത്രം സമാഗമ കൂടാരത്തെ വിട്ടു പോയിരുന്നില്ല. ഒരിക്കൽ കൂടി ഞാൻ ആ വചനം ഒന്ന് റിപ്പീറ്റ് ചെയ്യാണ് പ്രിയപ്പെട്ടവരെ. പുറപ്പാട് 33-ാം അധ്യായം 11-ാം തിരുവചനം: എന്നാൽ മോശയുടെ സേവകനും നൂനിന്റെ പുത്രനുമായിരുന്ന ജോഷുവ എന്ന് പറയുന്ന യുവാവ് മാത്രം സമാഗമ കൂടാരത്തെ വിട്ടു പോയിരുന്നില്ല. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നോക്കിക്കേ, എല്ലാവരും അവരവരുടെ കൂടാരങ്ങളിലേക്ക് തിരിച്ചു പോകുമ്പോഴും അനേക മണിക്കൂറുകൾ ദൈവസന്നിധിയിൽ സമയം ചെലവഴിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ജോഷുവ എന്ന് പറയുന്ന യുവാവ്. ബൈബിളില് പ്രിയപ്പെട്ടവരെ, ജോഷുവയെ നമുക്ക് ദൈവമായ കർത്താവ് ദൈവവചനത്തിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു തരുന്നത് ഈ പുറപ്പാടിന്റെ പുസ്തകത്തിലാണ്. അപ്പൊ ജോഷുവയെ കുറിച്ചുള്ള ഒരു റെഫറൻസ് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: ജോഷുവ മോശയുടെ സേവകനായിരുന്നു. മലയാളത്തിൽ പറഞ്ഞാൽ ജോഷുവ മോശയുടെ വേലക്കാരനായിരുന്നു, നൂനിന്റെ പുത്രനായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനിത് നിങ്ങളോട് പിന്നെയും റിപ്പീറ്റ് ആയിട്ട് പറയുന്ന ഒരു കാരണമുണ്ട്. വെറും ഒരു വേലക്കാരനായിരുന്ന, വെറും ഒരു സേവകനായിരുന്ന ജോഷുവയെ ദൈവം അനുഗ്രഹിച്ചുയർത്തുന്നത് പുറപ്പാട് കഴിഞ്ഞിട്ട് ലേവ്യർ, സംഖ്യ, നിയമാവർത്തനം, ജോഷുവ എന്ന് പറയുന്ന ഈ 4-5 പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും.
മോശയുടെ മരണശേഷം ലക്ഷോപലക്ഷം വരുന്ന ഇസ്രായേൽ ജനത്തെ കാനാൻ ദേശത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാനായിട്ട് ദൈവമായ കർത്താവ് പ്രിയപ്പെട്ടവരെ അന്നുണ്ടായിരുന്ന യഹൂദ ശ്രേഷ്ഠന്മാരെയോ ഇസ്രായേലിലെ പ്രമാണികളെയോ പുരോഹിതന്മാരെയോ ആരും ദൈവം തെരഞ്ഞെടുത്തില്ല. പകരം ദൈവം തെരഞ്ഞെടുത്തത് മോശയുടെ സേവകനായിരുന്ന നൂനിന്റെ പുത്രനായിരുന്ന ജോഷുവ എന്ന് പറയുന്ന യുവാവിനെയായിരുന്നു. പ്രിയപ്പെട്ടവരെ, അതിനുള്ള ഒരു ക്വാളിഫിക്കേഷൻ ആയിട്ട് ബൈബിൾ നമ്മളെ ചൂണ്ടിക്കാണിക്കുന്ന ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അവൻ അനേക മണിക്കൂറുകൾ സമാഗമ കൂടാരത്തിൽ ദൈവിക സാന്നിധ്യം കുടികൊണ്ടിരുന്ന, ദൈവിക സാന്നിധ്യം പറന്നിറങ്ങിയിരുന്ന ആ സമാഗമ കൂടാരത്തിൽ ദൈവസന്നിധിയിൽ സമയം ചെലവഴിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ജോഷുവ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ജോഷുവയെ പോലെ ദൈവസന്നിധിയില് അനേക സമയം ചെലവഴിക്കുന്ന ഒരു വ്യക്തി, ഒരുപക്ഷെ വചന വായനയ്ക്കായിരിക്കാം, പ്രാർത്ഥിക്കുവാനായിരിക്കാം, വ്യക്തിപരമായ പ്രാർത്ഥനയായിരിക്കാം, അത് എന്തു തന്നെയായിരുന്നാലും ദൈവസന്നിധിയില് വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്കായിട്ട് സമയം ചെലവഴിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനും നിങ്ങളുമെങ്കിൽ ഈ ജോഷുവയെ അനുഗ്രഹിച്ചുയർത്തിയ അതേ ദൈവം നമ്മളെയും ഇന്ന് നമ്മുടെ ജീവിത മേഖലകളിലും അനുഗ്രഹിച്ചുയർത്തുമെന്നത് നിസ്തർക്കമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹല്ലേലൂയ. അപ്പം ഒരു പൈതൽ, ഒരു ദൈവ പൈതൽ ദൈവസന്നിധിയിൽ വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് സമയം കണ്ടെത്തുന്ന വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയെ കർത്താവ് തെരഞ്ഞെടുക്കും, അനുഗ്രഹിച്ചുയർത്തും. ജോഷുവയെ തെരഞ്ഞെടുത്ത് ഇസ്രായേലിന്റെ പ്രവാചകനായി, ഇസ്രായേലിന്റെ നേതാവായി, ലക്ഷോപലക്ഷം വരുന്ന ഇസ്രായേൽ ജനത്തെ കാനാൻ ദേശത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ മോശയുടെ പിൻഗാമിയായി ഇസ്രായേലിന്റെ പ്രവാചകനായി തെരഞ്ഞെടുത്ത അതേ ദൈവം ഇന്ന് നമ്മളായിരിക്കുന്ന ജീവിതാവസ്ഥകളിൽ വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് ഈശോയുടെ അടുക്കൽ ഇരിക്കുവാൻ, ഈശോ പറയുന്നത് കേൾക്കുവാൻ, ഈശോയുടെ ആലോചനകൾ ചോദിക്കുവാൻ, ദൈവഹിതം തിരിച്ചറിയുവാൻ, അങ്ങനെ തീരുമാനങ്ങൾ എടുക്കുവാൻ ഞാനും നിങ്ങളും തയ്യാറാകുമ്പോൾ ദൈവം നമ്മളെയും ജോഷുവയെ തെരഞ്ഞെടുത്തതുപോലെ തെരഞ്ഞെടുക്കും, അനുഗ്രഹിച്ചുയർത്തും. ഹല്ലേലൂയ. രണ്ടാമതായിട്ട്, ഒരു ദൈവ പൈതൽ പേഴ്സണൽ പ്രയറിന്, വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് സമയം ചെലവഴിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവന്റെ ജീവിതത്തിലേക്ക് ദൈവം ഇടപെടുന്ന മറ്റൊരു രീതിയുണ്ട്. പ്രിയപ്പെട്ടവരെ, അതിങ്ങനെയാണ്. അതായത് അവനെക്കുറിച്ചുള്ള ദൈവഹിതം, അവനെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി ദൈവം അവന് വെളിപ്പെടുത്തി കൊടുക്കും. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് എളിദാസൻ ദൈവരാജ്യ ശുശ്രൂഷ ചെയ്യുമ്പോൾ അനേക രാജ്യങ്ങളിൽ, അനേക സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ അവരുടെ പ്രശ്നങ്ങളും അവരുടെ വേദനകളും അവരുടെ രോഗങ്ങളും അവരുടെ ജീവിതത്തെ കുറിച്ചൊക്കെ ഷെയർ ചെയ്യാനായിട്ട് അനേകം പേര് കടന്നു വരാറുണ്ട്. അവരെല്ലാം കടന്നു വരുമ്പോൾ അവർ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ ചോദ്യം ഇങ്ങനെയാണ്: എന്താണ് എന്നെ കുറിച്ചുള്ള ദൈവഹിതം? എന്താണ് ഞങ്ങളുടെ കുടുംബത്തെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി? എന്നാണ് ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഈ രോഗങ്ങളും തകർച്ചകളും എല്ലാം ഒന്ന് മാറി ഒരു സന്തോഷത്തിന്റെ നാളുകൾ കടന്നു വരിക? എന്ത് തീരുമാനമാണ് എടുക്കേണ്ടത്? എന്റെ മകനെ അല്ലെങ്കിൽ എന്റെ മകളെ ഏത് കോഴ്സിനാണ് വിടേണ്ടത്? ഏത് രാജ്യത്തിലേക്കാണ് ഞാൻ മൈഗ്രേറ്റ് ചെയ്യേണ്ടത്? Shall I go this way or that way? Shall I take this decision or that decision? പ്രിയപ്പെട്ടവരെ, ഒരു കൺഫ്യൂഷൻ ഉണ്ട് ഒരുപാട് പേർക്ക്. ഒരു തീരുമാനം എടുക്കാൻ പറ്റണില്ല. എന്താണ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കാൻ പറ്റണില്ല. പ്രിയപ്പെട്ടവരെ, അവരോടൊക്കെ ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അവിടെയും ഇവിടെയും ഒന്നും അറിയണ്ട, ദൈവസന്നിധിയിലായിരിക്കുക. ഈശോ പറയുന്നതൊന്ന് കേൾക്കുക, പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത് കേൾക്കുക, പരിശുദ്ധാത്മാവിനോടൊന്ന് ആലോചന ചോദിക്കുക. അങ്ങനെ ദൈവഹിതം തിരിച്ചറിഞ്ഞ് തീരുമാനങ്ങൾ എടുക്കുക. അങ്ങനെ മുമ്പോട്ട് ജീവിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടാവില്ല. അതേ പ്രിയപ്പെട്ടവരെ, ദൈവഹിതം തിരിച്ചറിയുവാൻ, ദൈവിക പദ്ധതികൾ തിരിച്ചറിയുവാൻ വ്യക്തിപരമായ പ്രാർത്ഥന നമ്മെ ഏറെ സഹായിക്കും. ബൈബിളിലെ വളരെ മനോഹരമായ ഒരു സംഭവം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. അത് വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷത്തിലാണ്. അതിന്റെ 1-ാമത്തെ അധ്യായം 29 മുതൽ അതിന്റെ 39 വരെയുള്ള തിരുവചനങ്ങൾ. വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 29 മുതൽ 39 വരെയുള്ള തിരുവചനങ്ങൾ. വളരെ മനോഹരമായ ഒരു സംഭവം ബൈബിളിൽ അവിടെ നറേറ്റ് ചെയ്തിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതിങ്ങനെയാണ്. അതായത്, ശിമയോൻ പത്രോസിന്റെ വീട്ടിലേക്ക് ഈശോ കടന്നു ചെല്ലുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ വചനഭാഗത്ത് എഴുതി വെച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ശിമയോൻ പത്രോസിന്റെ അമ്മായിയമ്മ പനി പിടിച്ച് കിടപ്പിലായിരുന്നു. അപ്പൊ ഈശോ ആ ഭവനത്തിൽ പ്രവേശിച്ചു. അപ്പോ എല്ലാരും പറഞ്ഞു ഇതുപോലെ പനി പിടിച്ച് കിടക്കുകയാണ്. അപ്പോൾ ഈശോ അവളുടെ അടുത്ത് ചെന്ന് ഈ ശിമയോൻ പത്രോസിന്റെ അമ്മായിയമ്മയെ തൊട്ടു. അങ്ങനെ ആ പനി അവളെ വിട്ടുമാറി. അവൾ എഴുന്നേറ്റ് ഈശോയും ശിഷ്യന്മാരെയും ശുശ്രൂഷിച്ചു എന്നാണ് ബൈബിളിൽ എഴുതി വെച്ചിരിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ വാർത്ത പെട്ടെന്ന് കാട്ടുതീ പോലെ ആ ദേശത്തെല്ലാം പരന്നു. അപ്പം ചുറ്റുമുണ്ടായിരുന്നവരെല്ലാം രോഗികളായിരിക്കുന്നവരെയും പിശാച് ബാധിതരെയും എല്ലാമായിട്ട് ഈ പത്രോസിന്റെ വീട്ടിലെത്തി. അങ്ങനെ അവിടെ വലിയൊരു ശുശ്രൂഷ നടക്കുകയാണ്. അന്ന് അനേകം പിശാച് ബാധിതരിൽ നിന്നും പിശാചുകൾ വിട്ടുപോയി. അനേക രോഗികളെ ഈശോ സുഖപ്പെടുത്തി. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ഈ വാർത്ത അറിഞ്ഞു. അങ്ങനെ അവരെല്ലാവരും കിടന്നുറങ്ങുക. പിറ്റേ ദിവസം രാവിലെ, പ്രിയപ്പെട്ടവരെ, ഈ ബൈബിൾ ഭാഗം മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തില് 29 മുതൽ താഴേക്ക് വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ്. 33-ാമത്തെ വചനത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്: പിറ്റേ ദിവസം അതിരാവിലെ യേശു ഉണർന്ന ഒരു വിജന സ്ഥലത്തേക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് കടന്നുപോയി. അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അപ്പോ രാവിലെ പത്രോസും കൂട്ടരും എഴുന്നേറ്റ് നോക്കിയപ്പോ ഈശോയെ കാണാനില്ല. പ്രിയപ്പെട്ടവരെ, കൺവെൻഷന്റെ 1-ാം ദിവസം ഇന്നലെ കഴിഞ്ഞു. കൺവെൻഷന്റെ 2-ാം ദിവസം.
അപ്പൊ അവര് പ്രതീക്ഷിച്ചു രാവിലെ അനേകം ആൾക്കാർ അവിടെ വന്നുകൂടിയിരിക്കുകയാണ്. അവരെല്ലാം ചോദിച്ചു ഈശോ എന്ത്, ഈശോയെ കാണാനില്ല. കാരണം പ്രിയപ്പെട്ടവരെ, അവിടെ എഴുതി വെച്ചിരിക്കുന്നു അവനൊരു വിജന പ്രദേശത്തേക്ക് പോയി അവിടെ പിതാവായ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പത്രോസും കൂട്ടുകാരും എല്ലായിടത്തും അന്വേഷിച്ചു, പക്ഷെ ഈശോയെ കാണാനില്ല. അവസാനം ഈ വിജന പ്രദേശത്ത് വെച്ച് ഈശോയെ കണ്ടുമുട്ടി. അപ്പോൾ പത്രോസ് ഈശോയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇതാ എല്ലാവരും നിന്നെ കാത്തിരിക്കുന്നു. അപ്പം ഈശോ പെട്ടെന്ന് പത്രോസിനോട് പറയുന്നൊരു കാര്യമുണ്ട്, നമുക്ക് അടുത്ത പട്ടണങ്ങളിലേക്ക് പോകാം, അവിടെയും എനിക്ക് പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു, അതിനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ നോക്കിക്കേ, അന്ന് എന്താണ് ചെയ്യേണ്ടതെന്ന് അതിരാവിലെ പ്രാർത്ഥിക്കുമ്പോൾ പിതാവായ ദൈവം ഈശോയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്തതനുസരിച്ച് അടുത്ത പട്ടണങ്ങളിലേക്ക് കടന്നുപോയി. പ്രിയപ്പെട്ടവരെ, 38 39 വചനം ഇപ്രകാരമാണ് പറയുന്നത്, സിനഗോഗുകളിൽ പ്രസംഗിച്ചുകൊണ്ട്, പിശാചുകളെ ബഹിഷ്കരിച്ചുകൊണ്ട്, രോഗികളെ സുഖപ്പെടുത്തിക്കൊണ്ട് അവൻ ഗലീലിൽ ഉടനീളം സഞ്ചരിച്ചു എന്നാണ് 39 വചനം, മർക്കോസിന്റെ സുവിശേഷം 1:39. പ്രിയപ്പെട്ടവരെ, ദൈവഹിതം കൃത്യമായിട്ട് പിതാവായ ദൈവം പുത്രനായ മിശിഹായിക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ ഈശോയുടെ അടുക്കൽ നമ്മളിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ കുറിച്ചുള്ള ദൈവഹിതം, എന്ത് തീരുമാനമാണ് എടുക്കേണ്ടത്, എന്ത് ബിസിനസ്സാണ് ചെയ്യേണ്ടത്, എവിടെയാണ് താമസിക്കേണ്ടത്, പ്രിയപ്പെട്ടവരെ, എല്ലാ കാര്യങ്ങളും ഈശോ നമുക്ക് വെളിപ്പെടുത്തി തരും. ഞാൻ എന്റെ ജീവിതത്തിലുണ്ടായ ചെറിയൊരു സംഭവം കൂടെ നിങ്ങളോട് ഷെയർ ചെയ്തിട്ട് അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ +2 എല്ലാം കഴിഞ്ഞിട്ട് അങ്ങനെ ഫാർമസി പഠിക്കാനായിട്ട് പോയി. അങ്ങനെ ഫാർമസി പഠിച്ചൊരു ഫാർമസിസ്റ്റ് ആയിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അപ്പോഴും ഇടയ്ക്കിടയ്ക്കെല്ലാം ഈ ദേവാലയത്തിൽ പോയി കുറച്ചു നേരം ഈശോയുടെ അടുക്കലിരുന്ന് പ്രാർത്ഥിക്കുകയും ഈശോയോട് സംസാരിക്കുകയും ആലോചന ചോദിക്കുകയും ചെയ്തൊരു ശീലം ഉണ്ടായിരുന്നു അന്നും. പ്രിയപ്പെട്ടവരെ, കുഞ്ഞുനാളായിരുന്നെങ്കിലും അന്നും ദേവാലയത്തിൽ പോകാൻ ഇഷ്ടമായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ദിവസം ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ശക്തമായിട്ട് പറഞ്ഞു, ഈ ഒരു പ്രൊഫഷൻ മാറി ഒരു നഴ്സിംഗ് പ്രൊഫഷനിൽ ഒരു കോഴ്സ് എടുത്ത് പഠിക്കാനായിട്ട് ഒരു ആവശ്യപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, വളരെ ബുദ്ധിമുട്ടിയാണ് ഫാർമസി തന്നെ പാസ്സായത്. ഞാൻ വളരെ റിലക്റ്റന്റ് ആയിരുന്നു പുതിയൊരു കോഴ്സിന് പോകാൻ. എങ്കിലും ദൈവത്തിന്റെ ആത്മാവ് ശക്തമായിട്ട് എന്നോട് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ അങ്ങനെ നഴ്സിംഗിലേക്ക് പോയി. അങ്ങനെ നഴ്സിംഗിലെ ബിരുദവും ബിരുദാനന്തര ബിരുദവും ഒക്കെ കരസ്ഥമാക്കി. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറയാനുള്ള ഒരു കാരണം, അങ്ങനെ ആ ഒരു പ്രൊഫഷനിലേക്ക് പോയതുകൊണ്ടാണ് ഞാൻ ഇന്നായിരിക്കുന്ന രാജ്യത്തേക്ക് എനിക്ക് വരാൻ സാധിച്ചത്. ഞാൻ ഇവിടെ ആയിരുന്നത് കൊണ്ടാണ് എനിക്ക് ദൈവരാജ്യ ശുശ്രൂഷയിലേക്ക് എനിക്ക് കടന്നു വരാനായിട്ട് സാധിച്ചത്. പ്രിയപ്പെട്ടവരെ, അപ്പം അനേക വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഒരു ദൈവരാജ്യ ശുശ്രൂഷകനായിട്ട് എന്നെ തിരഞ്ഞെടുക്കണമെന്നുള്ള ഈശോയുടെ ആഗ്രഹപ്രകാരം ആ ദൈവഹിതം എനിക്ക് വെളിപ്പെട്ട് കിട്ടിയപ്പോൾ അതനുസരിച്ച് തീരുമാനമെടുക്കാൻ ഞാൻ തയ്യാറായതുകൊണ്ടാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഈ വചനം നിങ്ങളോട് ഷെയർ ചെയ്യുവാനായിട്ട് പരിശുദ്ധാത്മാവ് എന്നെ അനുവദിച്ചത്. നോക്കിക്കേ, എന്നെക്കുറിച്ചുള്ള ദൈവഹിതം അനേക വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഈശോ വെളിപ്പെടുത്തിയത് അനുസരിക്കാൻ തയ്യാറായപ്പോൾ അത് എനിക്ക് മാത്രമല്ല അനേക ആയിരങ്ങൾക്ക് ഒരു അനുഗ്രഹമായിട്ട് മാറി. ഹല്ലേലൂയ. അതെ പ്രിയപ്പെട്ടവരെ, വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ ജോഷുവയെ തെരഞ്ഞെടുത്തതുപോലെ നിന്നെയും ദൈവം തെരഞ്ഞെടുക്കും. നിന്റെ അവസ്ഥ ഇന്ന് എന്തുമായിക്കോട്ടെ, നിന്റെ സാമ്പത്തിക സ്ഥിതി ഇന്ന് എന്തുമായിക്കോട്ടെ, നീ ഏത് രാജ്യത്തായിരിക്കും ജീവിച്ചോട്ടെ, പക്ഷേ ദൈവം നിന്നെയും തെരഞ്ഞെടുക്കും, നിന്നെയും അനുഗ്രഹിച്ചുയർത്തും. നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതികൾ അവിടുന്ന് നിനക്ക് വെളിപ്പെടുത്തും. അതനുസരിച്ച് നീ തീരുമാനമെടുത്ത് മുന്നേറുമ്പോൾ നിന്റെ ജീവിതവും അനുഗ്രഹിക്കപ്പെട്ടതായിട്ട് മാറും. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് വ്യക്തിപരമായ പ്രാർത്ഥനയെ കുറിച്ച് കേട്ടു. ഈശോയുടെ അടുക്കലിരുന്ന് ഈശോ പറയുന്നത് കേട്ട് ഈശോയുടെ ആലോചനകൾ ചോദിച്ച് ദൈവഹിതം തിരിച്ചറിഞ്ഞ് അതനുസരിച്ച് തീരുമാനങ്ങളെ എടുത്ത് മുന്നേറുവാൻ വ്യക്തിപരമായ പ്രാർത്ഥന നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. ആമേൻ. വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് നിങ്ങളെല്ലാവരെയും ഈശോ തന്റെ അടുക്കലേക്ക് ക്ഷണിക്കുകയാണ്. ഈശോയുടെ അടുക്കലിരിക്കുവാൻ, ഈശോ പറയുന്നത് കേൾക്കുവാൻ, ഈശോ പറയുന്നതനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കുവാൻ, അതനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുവാൻ, അങ്ങനെ ജീവിതത്തിൽ വിജയിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെല്ലാവരെയും ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ.